ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പന്നീസ് ലക്ഷട്ടായി. നമുക്കിന്നൊരു നാടൻ ചെമ്മീൻ കറി തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം പെരിഞ്ജീരകം, 2 അല്ലി വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, മാങ്ങ, ചക്കക്കുരു, കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. തേങ്ങയും മറ്റുള്ള ഐറ്റംസും കൂടെ ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചക്കക്കുരു ഇട്ടു, മാങ്ങ ഇട്ടിട്ടുണ്ട്, തക്കാളി അരിഞ്ഞിട്ടു, നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ടു, പിന്നെ 3-4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണം അതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം, പകുതി വേവായിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കഴുകി വാരി വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷം വേണം ഞാൻ അരച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ല വടി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഐറ്റംസും കൂടെയാണ് ഞാനിനി അതിലേക്ക് ചേർക്കേണ്ടത്. നമുക്കിപ്പോൾ ചെമ്മീനിട്ട് ഇളക്കി ഒന്നുകൂടെ നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചെമ്മീനും തക്കാളിയും മാങ്ങയും ചക്കക്കുരുവും കൂടെയുള്ള കോമ്പിനേഷൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. ഇങ്ങനെയുള്ള കറികളൊക്കെ അമ്മമാരുണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ വയററിയാതെയാണ് കഴിക്കുന്നതല്ലേ. അത്ര ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി നമുക്ക് ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നന്നായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പം പെരുംജീരകവും 2 അല്ലി വെളുത്തുള്ളിയും ഉപ്പും കൂടെ ചേർത്താണ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത്. നല്ല വടി അരച്ച് വെച്ചിരിക്കുന്നത്. അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് തിളച്ചാകുമ്പോഴത്തേക്കാണ് നമുക്കിനി വറുതാളിച്ചൊഴിക്കേണ്ടത്. അപ്പം നമുക്കതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇത്രയും പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട്, എന്നാലേ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. ഞാൻ അത്രയും നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസാകരുത്, എന്നാലും ലൂസ് വേണം. ആ രീതിയിൽ വേണം ഇതിന് കറി റെഡിയാക്കാനായിട്ട്. കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഞാൻ അരപ്പിനകത്തും പിന്നെ ചെമ്മീൻ വേവിച്ചപ്പോഴും എല്ലാം ഉപ്പ് ചേർത്ത് വേവിച്ച കാരണം എല്ലാം പാകത്തിനായിരിക്കും ഇപ്പോഴും. എന്നാലും ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ അരപ്പ് വേവേണ്ട താമസമേ ഉള്ളൂ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. അതിന് ശേഷം വേണം നമുക്ക് കറി താളിച്ചൊഴിക്കാനായിട്ട്. 2 ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ വേണം താളിച്ചൊഴിക്കാനായിട്ട്. ഒരല്പം ഉപ്പ് കൂടെ ആവശ്യമുണ്ട്. നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങയുടെ പുളിയും തക്കാളിയുടെ പുളിയെല്ലാം കൂടെ വന്നപ്പോൾ രണ്ടും കൂടെ ഇപ്പം രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ട് വന്നപ്പോൾ ഒന്നുകൂടെ നമുക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. ഇപ്പം പുളി ഉപ്പും എല്ലാം പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഇതിന് ഒന്നുകൂടെ ഒരല്പനേരം കൂടെ മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് താളിച്ചൊഴിക്കാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി താളിച്ചൊഴിക്കാം. താളിച്ചൊഴിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഒന്നാന്തരം ചെമ്മീൻ കറിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.